ഒരു പ്രത്യേക മതവിഭാഗത്തെ ഭയന്നാണ് ഇടത് വലത് മുന്നണി നേതാക്കൾ കേരളത്തിന്റെ കുംഭമേളയിലേക്ക് എത്താത്തതെന്ന് ബി.ജെ.പി. പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. ഹിന്ദു വോട്ട് ബാങ്ക് അല്ല, അതുകൊണ്ടാണ് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പരിപാടി ആയിരുന്നിട്ട് കൂടി CPM കോൺഗ്രസ് നേതാക്കൾ കണ്ടില്ല എന്ന് നടിക്കുന്നത്. ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉൾപ്പെടെ കുംഭമേളയെ തിരസ്കരിച്ചുവെങ്കിലും സനാതന ധർമ്മം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നതാണ് നിലയിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്നതിലൂടെ വ്യക്തമാകുന്നത് എന്നും പ്രശാന്ത് ശിവൻ ജനം ടിവിയോട് പറഞ്ഞു. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ ഉത്സവത്തിൽ വലിയ തിരക്കാണ് ഓരോ ദിവസവും അനുഭവപ്പെടുന്നത്. ഇനിയിപ്പോൾ 2 ദിവസം മാത്രം, ഫെബ്രുവരി 3-ാം തീയതി കുംഭമേള അവസാനിക്കാനിരിക്കെ ഇന്നിപ്പോൾ തൈപ്പൂയവും ഞായറാഴ്ചയും കൂടെ ഒരുമിച്ച് വന്നതോടുകൂടെ തന്നെ വലിയ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്നിപ്പോൾ BJPയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു കുംഭമേള? വലിയ രീതിയിൽ നമ്മുടെ മനസ്സിന് ഭക്തിയുടെയും ആത്മീയതയുടെയും വലിയ ഒരു അനുഭൂതി പകരുന്ന ഒരു അനുഭവമായിട്ടാണ് ഈ കുംഭമേള മാറിയിട്ടുള്ളത്. നീളയുടെ തീരത്ത് ഇത്തരത്തിലൊരു ആത്മീയതയുടെ അന്തരീക്ഷം ഒരുക്കാൻ സാധിച്ചാൽ ഇതിൻ്റെ സംഘാടകർ, അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹം ഈ കുംഭമേള മാഘമഹോത്സവം ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രസൻസ് എന്ന് പറയുന്നത്. കുംഭമേളയിൽ പങ്കെടുത്തുണ്ടോ? ഇല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തവണ വാരണാസിയിൽ പ്രയാഗ്രാജിലെ കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് ഉൾപ്പെടെ ബുക്ക് ചെയ്തതാണ്. ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം അന്ന് പങ്കെടുക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ഒരു വിഷമം മനസ്സിൽ നിൽക്കുന്ന സമയത്താണ് കേരളത്തിൻ്റെ മണ്ണിലെ, പ്രത്യേകിച്ച് നിളാതീരത്ത് ഒരു മലയാളി എന്ന രീതിയിൽ വലിയ അഭിമാനമുണ്ട്. കേരളത്തിലെ നിളാതീരത്ത് ഇത്തരത്തിലൊരു കുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ വലിയ ഒരു സംതൃപ്തി കൂടിയുണ്ട് ഇവിടെ വന്ന് ഈ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. തൈപ്പൂയമാണ് ഇന്ന്. അപ്പോൾ തൈപ്പൂയ ദിനത്തിൽ പഴനിയിലേക്ക് നടന്നു പോകുന്നതായിട്ടൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കുംഭമേളയ്ക്ക് എത്തുമായിരുന്നു. ഞാൻ ഇന്ന് പുലർച്ചെയാണ് പഴനിയിൽ നിന്ന് പാലക്കാട് തിരിച്ചെത്തുന്നത്. വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാലത്ത് പഴനിമലയിലെ മുരുകൻ്റെ സന്നിധിയിൽ തൈപ്പൂയത്തിനുണ്ടായിരുന്നു. വൈകുന്നേരം ഈ ഒരു കുംഭമേള നടക്കുന്ന നീളാതീരത്ത് എത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തൈപ്പൂയ ദിനത്തിൽ തന്നെ മുരുക ഭഗവാന്റെ സന്നിധിയിലും അതോടൊപ്പം നീളാരതിയിലും പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു മുൻജന്മ സുഹൃതമായിട്ട് കരുതുന്നു. അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് വരുന്ന ഹൈന്ദവ വിശ്വാസികളോടൊപ്പമാണ് ഇന്ന് ഇവിടെ നിൽക്കുവാനായിട്ട് സാധിച്ചത്. കേരളത്തിലെ ജനങ്ങൾ വലിയ രീതിയിൽ ഈ കുംഭമേളയെ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ CPMന്റെ നേതാക്കളെയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിനെ അങ്ങനെ കാര്യമായിട്ട് പ്രചരിപ്പിക്കുന്നില്ല എന്നുള്ള വിമർശനം ഭക്തർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഇവിടെ കേരളത്തിലെ ഏതൊരു വിഷയം നടക്കുന്ന സമയത്തോ ഏതൊരു പരിപാടി നടക്കുന്ന സമയത്തോ അതിനെ കേവലം വോട്ട് ബാങ്കിൻ്റെ രീതിയിൽ മാത്രം കണ്ടുകൊണ്ട് ഭക്തിയുടെയോ ആത്മീയതയുടെയോ രീതിയിൽ കാണാതെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കുംഭമേളയിൽ വന്ന് പങ്കെടുത്തു കഴിഞ്ഞാൽ അത് പ്രത്യേക മതവിഭാഗത്തെ അവരുടെ എതിർപ്പ് പിടിച്ചു പറ്റുമോ എന്ന് ഭയന്നുകൊണ്ട് പല ആളുകളും ഈ കുംഭമേളയെ തിരസ്കരിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ അവർക്ക് മുൻകൂട്ടി തന്നെ ബോധ്യമുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഈ നീളാതീരത്ത് ഒത്തുകൂടുമെന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ബോധപൂർവം ഈ കുംഭമേളയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അനുമതിയുമായി ബന്ധപ്പെട്ട് രഥയാത്ര ഉൾപ്പെടെ ഇവിടുത്തെ കുംഭമേളയ്ക്ക് ഉൾപ്പെടെ അനുമതി നിഷേധിക്കുന്ന തരത്തിൽ വന്നത്. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് വിശ്വാസ സമൂഹം ഒരുമിച്ച് ഒറ്റക്കെട്ടായി അണിനിരന്ന സമയത്ത് ഈ നീളാതീരത്ത് ഇന്നേ വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ വലിയ രീതിയിൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആളുകൾ ഒരുമിച്ച് കൂടുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും മാധ്യമങ്ങൾ ഉൾപ്പെടെ അവഗണിച്ച ഈ കുംഭമേള ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ ഈ കുംഭമേളയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചൊരു കാഴ്ച ഈ കേരളത്തിൽ കാണാനായിട്ട് സാധിച്ചത് വലിയ ഒരു അനുഭവമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഒരു കുംഭമേളയിൽ പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികളുടെ ഒന്നും നേതാക്കൾ പങ്കെടുക്കാത്തത് ഹിന്ദു ഒരു വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ടാണ് ഹിന്ദുക്കൾ. തീർച്ചയായും അവര് ഈ കുംഭമേളയെ അവഗണിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് മറ്റു മതവിഭാഗങ്ങൾ ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളത് നെഗറ്റീവായി ബാധിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ്. അതേ വശത്ത് ഇത്തരത്തിലുള്ള വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുക എന്നത് ഇവിടുത്തെ CPMന്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ കാലങ്ങളായി അനുവർത്തിച്ചു വരുന്നതാണ്. അത് നമുക്ക് ശബരിമലയിലും കാണാൻ സാധിക്കും, ഇവിടെ നീളാതീരത്തും കാണാൻ സാധിക്കും. വിശ്വാസികളുടെ വിശ്വാസത്തെ നശിപ്പിക്കുക എന്നുള്ളതും അതോടൊപ്പം ആ വിശ്വാസികളോടൊപ്പം ചേർന്ന് നിൽക്കാതെ
ഇവരുടെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുക എന്നതാണ് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നേതാക്കന്മാർ കാലങ്ങളായിട്ട് ചെയ്തു വരുന്നത്. അതുതന്നെയാണ് ഈ കുംഭമേളയിലെ നീളാതീരത്വം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്നാട്ടിലെ ജനങ്ങൾ, വിശ്വാസ സമൂഹം, കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് ഇന്നാട്ടിലെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ മനസ്സിലാക്കിയത് നല്ലത് എന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത്. അതുതന്നെയാണ്. ഏതായാലും CPM-ൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ ഇവിടേക്ക് എത്തുന്നില്ല എന്നുള്ളത് വലിയ വിമർശനമായിട്ട് കുംഭമേള ആരംഭിച്ചതിന് ശേഷം വലിയ രീതിയിൽ വിശ്വാസി സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പല ആളുകളും നമ്മൾ ലൈവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അത്തരത്തിൽ കോൺഗ്രസ് CPM നേതാക്കളൊന്നും ഇവിടേക്ക് എത്തിയില്ലെങ്കിൽ പോലും ആ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ഒരുപാട് ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഹൈന്ദവ വിശ്വാസികൾ, സനാതനധർമ്മ വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തേക്ക് നിരവധി പ്രമുഖർ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, തിരുനാവായ.